ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണ നടക്കേണ്ട ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അൺസേർട്ടനിറ്റി ഉണ്ടായിരുന്നു. അതായത് എവിടെ വെച്ചുകൊണ്ടാണ് ഏഷ്യ കപ്പ് നടക്കുക, ഏതൊക്കെ ടീമുകൾ പങ്കെടുക്കും എന്ന കാര്യത്തിലായിരുന്നു ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഇതിന് തടസ്സമായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഏതായാലും ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് സെപ്റ്റംബർ 5-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ആയിരിക്കും അടുത്ത ഏഷ്യ കപ്പ് നടക്കുക. ദുബായിലും അബുദാബിയിലും വെച്ചുകൊണ്ടാണ് ഈ കോമ്പറ്റീഷൻ നടക്കുക. ആകെ 8 ടീമുകൾ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, UAE, ഒമാൻ, ഹോങ്കോങ് എന്നിവരാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ടീമുകൾ. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 4 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടാവുക. പിന്നീട് ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ വീതം സൂപ്പർ 4ലേക്ക് യോഗ്യത നേടും. അങ്ങനെയാണ് സൂപ്പർ 4 കളിക്കപ്പെടുക എന്നുള്ളതാണ്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സ്പോർട്സ് തക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലായിരിക്കും എന്ന കാര്യമാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഇനി വരേണ്ടതുണ്ട്. ഏതായാലും 8 ടീമുകളാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം 2023-ൽ ഒരു ഏഷ്യ കപ്പ് നടന്നിരുന്നു. പക്ഷേ അത് ഏകദിന ഫോർമാറ്റിലായിരുന്നു. ഇത്തവണത്തെ ഏഷ്യ കപ്പ് അത് T20 ഫോർമാറ്റിലായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2023-ലെ ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയായിരുന്നു. കലാശ പോരാട്ടത്തിൽ ശ്രീലങ്കയായിരുന്നു ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.